അന്തരിച്ച ധർമ്മടം മണ്ഡലം മുൻ എംഎൽഎയും സിപിഎം മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ നാരായണന് അന്ത്യോപചാരം അർപ്പിക്കാനും അവസാനമായി ഒരു നോക്കു കാണുവാനും രാഷ്ട്രീയ ഭേദം മറന്നും വ്യക്തിപരമായ വലുപ്പച്ചെറുപ്പം മറന്നും നാടൊന്നാകെ പൊതുദർശന സ്ഥലത്തേക്ക്. ബുധനാഴ്ച രാവിലെ 10:30 മുതലാണ് പെർളശ്ശേരി സ്കൂളിൽ പൊതുദർശനം ആരംഭിച്ചത്. മൃതദേഹം ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ പെർളശ്ശേരി എടക്കടവിലെ വീട്ടിലെത്തിച്ചു. ആ നേരം മുതൽ നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരുമായി നാടുമുഴുവൻ വീട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. അവസാന നിമിഷവും പൊതുരംഗത്ത് നിന്നാണ് കെ നാരായണൻ എന്ന ജനകീയ കമ്മ്യൂണിസ്റ്റ് നേതാവ് മടങ്ങുന്നത്. സ്വന്തം നാടായ എടക്കടവിലെ മുണ്ടലൂർ ന്യൂ LP സ്കൂളിലെ പുതുതലമുറയിലെ കുഞ്ഞുങ്ങളുമായി പഴയ എടക്കടവ് ഗ്രാമത്തെക്കുറിച്ചും പെർളശ്ശേരിയെക്കുറിച്ചുമുള്ള ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു. ഹ്രസ്വമായ ഈ പ്രസംഗത്തിനിടെയാണ് അദ്ദേഹത്തിന് വാക്കുകൾ ഇടറുന്നത്. രണ്ടോ മൂന്നോ കടകളിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ഭാഗത്ത് അവിടെ ഇങ്ങോട്ട് മുഖം തിരിച്ച് ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ താഴെ തുണി ഷാപ്പുണ്ടായിരുന്നു, മരുന്ന് ഷാപ്പുണ്ടായിരുന്നു. മരുന്ന് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ആയുർവേദം മരുന്ന് ഷാപ്പ് ഉണ്ടായിരുന്നു. ആ മാർച്ചിന് നേരെ എടക്കടവ് കയർ സഹകരണ സംഘം എന്ന് പറയുന്ന സഹകരണ സംഘത്തിൻ്റെ ആഫീസാണ് പ്രവർത്തിച്ചത്. ദേഹം തളർന്നു തുടങ്ങിയ കെയും കൂട്ടി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെയുണ്ടായിരുന്നവർ ആദ്യം പെരളശ്ശേരി AKG സഹകരണ ആശുപത്രിയിലും അവിടെ നിന്ന് നില ഗുരുതരമായതിനെ തുടർന്ന് ചാല മിംസ് ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 60 വർഷത്തിലേറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കെ നാരായണൻ അവസാനം നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ആ വിയോഗത്തിൽ അനുശോചിച്ച് പെർളശ്ശേരി പഞ്ചായത്തിൽ ബുധനാഴ്ച രാവിലെ മുതൽ വൈകിട്ട് 4 മണി വരെ ഹർത്താലാണ്. വിവിധയിടങ്ങളിലെ പൊതുദർശനത്തിനു ശേഷം പയ്യാമ്പലം ശ്മശാനത്തിൽ വൈകിട്ടോടെ സംസ്കാരം നടക്കും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരവേറ്റുവാങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു കെ നാരായണനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കഠിനാധ്വാനിയായ തൊഴിലാളി നേതാവും ഉശിരനായ ജനപ്രതിനിധിയായും ഒരുപോലെ തിളങ്ങിയ രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിയമസഭയ്ക്ക് ഉള്ളിലും പുറത്തും ജനകീയ പ്രശ്നങ്ങളിൽ നടത്തിയ ശക്തമായ നിരന്തര ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു അദ്ദേഹമെന്ന് സ്പീക്കർ N ഷംസീറും അനുശോചിച്ചു. ചൊവ്വാഴ്ച രാത്രി 8 വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം N ചന്ദ്രൻ, എടക്കാട് ഏരിയ സെക്രട്ടറി MK മുരളി, ഏരിയ സെക്രട്ടറി K ശശിധരൻ, അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി K ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് പതാക പുതപ്പിച്ചു. സ്പീക്കർ N ഷംസീർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി, മറ്റ് നേതാക്കളായ P ഹരീന്ദ്രൻ, KPV പ്രീത, PK ശ്യാമള, KP താഹിർ, T ഷബ്ന തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. വലിയ സങ്കടമായി പാർട്ടി സംഘടനയ്ക്ക് വലിയ തോതിലുള്ള കുറവായിട്ടും വലിയൊരു നഷ്ടമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് തടുക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളോടൊപ്പം, അദ്ദേഹം നടത്തിയ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനവും സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകളും നമ്മുടെ കൂടെയുണ്ട്. അതെന്നും നമുക്കൊരു മുതൽക്കൂട്ടായി നാരായണേട്ടൻ്റെ ഓർമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദം മറന്ന നേതാക്കളും പൊതുജനങ്ങളും അന്ത്യോപചാര വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.